ഹലോ, ഇന്ന് നമുക്ക് ജിഞ്ചർ ലൈം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു 1/4 കപ്പ് ലെമൺ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഇഞ്ചി നീരും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പതുക്കെ ഇളക്കി മെൽറ്റ് ചെയ്തെടുക്കുക, അടി പിടിക്കാതെ മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ അതുപോലെ തന്നെ കറുവപ്പട്ട ഇതൊന്ന് ജസ്റ്റ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതും കൂടെ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം വീഡിയോസ് ഇങ്ങനെ മേക്കിംഗ് വീഡിയോസൊക്കെ ഇടുമ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ സെയിലിനെ ബാധിക്കൂലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ട്രേഡ് സീക്രട്ട് അല്ലേ എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നമ്മളും ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് തന്നെയല്ലേ പഠിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലെമൺ ജ്യൂസ് ഒരു കപ്പോളം ലെമൺ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര നാരങ്ങ പിഴിഞ്ഞിട്ടാണ് അത്രയും ലെമൺ ജ്യൂസ് കിട്ടിയത്. അതുപോലെ എത്ര ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടാണ് പിഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്ര ഇഞ്ചി നീര് കിട്ടിയത്. അപ്പോൾ അതൊക്കെ അത്രയും കഷ്ടപ്പെടാനും കൂടെ തയ്യാറാണെങ്കിലേ നമുക്കിതൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് തിളച്ച് വന്ന പഞ്ചസാര ലൈനിലേക്ക് ആ ഇഞ്ചി നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഇഞ്ചി നീര് നമ്മൾ കുറച്ച് നേരം എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ താഴത്ത് അതിൻ്റെ ഒരു കട്ടെന്ന് പറയും, അതിങ്ങനെ ഊറി വരും. അത് കളയണം കേട്ടോ, ആ നീര് മാത്രം എടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പം ഇഞ്ചി നീര് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരും. ഇനി ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഷാൻജിയോ ചേട്ടൻ പറയുന്ന പോലെ അതിനെ തിളക്കാൻ അനുവദിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് ഒഴിച്ചിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ നമുക്കൊരു ബിറ്റർ ടേസ്റ്റ്, ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചൂടോടെ തന്നെയാണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ വീണ്ടും തിളപ്പിക്കാൻ പാടില്ല. തിളയ്ക്കുമ്പോഴാണ് അതിന് ഒരു ബിറ്റർ ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലാക്കുന്നത്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ ആ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് സ്ക്വാഷിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ടുമിസ് കിച്ചണിൽ ജിഞ്ചർ ലൈം സ്ക്വാഷ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി.